ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രഹത്തെ പറ്റിയോ ഒരു നക്ഷത്രത്തെ പറ്റിയോ ഒരു ആരൂഢത്തെ പറ്റിയോ സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് ജാതകം എന്താണെന്ന് മനസ്സിലാക്കണം, ജാതകം എന്തിനെ നോക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ജാതകത്തിലുള്ള പരിഹാരങ്ങൾ എത്രത്തോളം നമ്മളെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കണം. നമ്മൾക്കറിയാം, ധാരാളം യൂട്യൂബ് വീഡിയോകളുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നമുക്കിന്ന് യൂട്യൂബിൽ നിന്നും സ്വീകരിക്കാം. പക്ഷെ അത് മാത്രം മതിയോ? ഓക്കെ, നമുക്ക് നമുക്ക് AI ഉണ്ട്, എന്ത് കാര്യം അതിനോട് ചോദിക്കാം, അത് മറുപടി പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ? പക്ഷേ ഇത് മാത്രമാണോ നമ്മുടെ ജീവിതം? ഇത് മാത്രം മതിയോ നമുക്ക്? നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കൂടെ? നമ്മുടെ ജാതകം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട നല്ലതും ദോഷകരവുമായ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പറയുന്ന ഒരു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കോമ്പിനേഷൻസും നമ്മളുടെ ചുറ്റിനും യൂണിവേഴ്സ്, അതായത് 360 ഡിഗ്രിയുള്ള യൂണിവേഴ്സിൻ്റെ ആ ഒരു ആംഗിൾ കണക്കനുസരിച്ചുള്ള 1 മുതൽ 12 വരെയുള്ള ഹൗസസ്, അതായത് രാശിഘട്ടങ്ങളും ചേർന്ന ഒരു കോമ്പിനേഷൻ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് എങ്ങനെ ചെയ്യണം, അത് എത്രത്തോളം നമുക്ക് ഉപകരിക്കും എന്നൊക്കെ പറയുന്ന ഇതാണ് ജാതകം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും ഉപകരിക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. പലരും പറയാറുണ്ട് ജാതകമൊക്കെ കളിപ്പീരാണ്, എന്തിനാ ഇതൊക്കെ നോക്കിയിട്ട് പരിഹാരങ്ങൾ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? എന്നാൽ ചിലർ പറയുന്നു തീർച്ചയായിട്ടും ഉണ്ട്, പരിഹാരങ്ങളിലൂടെ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ ഒരു വ്യത്യാസം? എന്തുകൊണ്ടാണ് ഈ നല്ല പരിഹാരങ്ങൾ ചിലർക്ക് ഉപകരിക്കുന്നതും ചിലർക്ക് ഉപകരിക്കാത്തതും? ഇവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ പരിഹാരത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി ആലോചിക്കേണ്ടത്. സുഹൃത്തുക്കളെ, എൻ്റെ ആചാര്യന്മാർ എനിക്ക് പറഞ്ഞ കാര്യം, ഓരോ സയൻസിനും ഓരോ ഭാഷയ്ക്കും പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാം. ഒരുപക്ഷെ അസ്ട്രോളജിയിൽ തന്നെ പല അഭിപ്രായക്കാരുണ്ടാകാം. പക്ഷേ എനിക്ക് കിട്ടിയ അറിവും എനിക്ക് തന്ന ആചാര്യന്മാരുടെ അറിവും അവരുടെ ആ ഒരു സപ്പോർട്ടും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു എനർജികളുടെ ഒരു മേളമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്ലാനറ്റ്സ് ഉണ്ട്, 9 പ്ലാനറ്റ്സ് ഉണ്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ 9 തരത്തിലുള്ള എനർജി, യൂണിവേഴ്സൽ എനർജിയുടെ 9 തരത്തിലുള്ള വൈബ്രേഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഫീലിങ്സ് ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അതെങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ശക്തിയുണ്ട്. അത് എങ്ങനെ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏത് പേരിലും അറിഞ്ഞോട്ടെ, ഒരു ശക്തി ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം അത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നമ്മൾ പല മതക്കാരും പല ഭാഷക്കാരും പല രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ശക്തികളെ പറയുന്നുണ്ട്. ചിലർ പറയും ദേവതകളെന്ന് പറയും, ചിലർ പറയും മാലാഖമാരെന്ന് പറയും. അങ്ങനെ ഓരോ തരത്തിലും ഓരോ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ശക്തികൾ. പക്ഷേ ഈ ശക്തികൾക്ക് ആ എനർജീസ്, നമ്മളിപ്പോൾ സയൻസ് പരമായിട്ട് പറഞ്ഞ ആ എനർജീസ്, ആ കോസ്മിക് എനർജി, ആ കോസ്മിക് എനർജി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ഓരോരുത്തരും ജനിച്ച സമയത്ത് എപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളുടെ ആ വൈബ്രേഷൻസ്, അതായത് ആ കോസ്മിക് എനർജിയുമായിട്ട് നമ്മൾ എപ്പോൾ കണക്റ്റ് ആകുന്നോ ആ സമയത്ത് ഉള്ള ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഗ്രഹങ്ങളുടെ നില എന്ന് പറഞ്ഞാൽ, ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജികളുടെ നിലയാണ് നമ്മളെ ആ ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഏകദേശം 30% പോലെ, ഇതൊക്കെ ആചാര്യ മതമാണ് കേട്ടോ, അല്ല ഞാൻ പറയുന്നതല്ല. 30 മുതൽ 35% നമ്മൾ ജനിച്ച സമയത്ത് ആരൂഢമാണ് നമുക്ക് വഴിയുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, എന്നാൽ ഒരേ സമയത്ത് എത്രയോ കുട്ടികൾ ജനിക്കുന്നത് എല്ലാം ഒരേ സ്വഭാവക്കാരാണോ? അല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വന്നിട്ട് ഓരോ ദേശത്തും ഓരോ തരത്തിലാണ് ആ എനർജി എഫക്റ്റ് ആകുന്നത്.
ഇന്ന് പിന്നെ കേരളത്തിൽ എഫക്റ്റ് ആകുന്നതായിരിക്കില്ല അമേരിക്കയിൽ എഫക്റ്റ് ആകുന്നത്. വേറെ തരത്തിൽ ആ എനർജിയുടെ ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. സൂര്യനും ചന്ദ്രനും തമ്മിലാണല്ലോ. നമ്മൾ സൂര്യൻ എന്ന് പറഞ്ഞ അച്ഛൻ, ചന്ദ്രൻ എന്ന് പറയുന്ന അമ്മ എന്നൊക്കെ പറയുന്നില്ലേ. എന്താ കാരണം? ഈ ഒരു എനർജീസ് പല തരത്തിലാണ് ഓരോ സ്ഥലത്തും എഫക്റ്റ് ആകുന്നത്. അതനുസരിച്ച് തീർച്ചയായിട്ടും ആ സ്ഥലകാല ടൈം, അതായത് സ്ഥലവും കാലവും അനുസരിച്ച് തീർച്ചയായിട്ടും ജാതകത്തിൻ്റെ ഗ്രഹനില മാറും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എപ്പോഴും ജാതകം എടുക്കുമ്പം ബർത്ത് പ്ലേസ് വളരെ മുഖ്യമാണ്. ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് കറക്റ്റായിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മളുടെ ഗ്രഹങ്ങളുടെ ഗ്രഹാവസ്ഥകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, ചന്ദ്രൻ ഇപ്പോൾ ഒരു ജാതകത്തിൽ ചന്ദ്രൻ പിന്നെ വ്യാഴത്തിനെ ഗുരുഭഗവാനെ തേടി പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോയിട്ട് ഗുരുവിനെ തേടി പോകുന്നു എന്നർത്ഥം. പക്ഷെ ഗുരു ചന്ദ്രനെ തേടി വരുന്ന ചില ജാതകങ്ങളും ഇല്ലേ? അതായത് ജന്മജാതകത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ? ഗുരുവാണ് നമ്മളെ തേടി വരുന്നത്, ഭഗവാൻ നമ്മളെ തേടി വരും. ഇത് നേരെ തിരിച്ചാണ്, നമ്മൾ ഭഗവാനെ തേടി പോകും. അപ്പോൾ അർത്ഥങ്ങൾ തന്നെ മാറും. അതായത് ആ ചെറിയ ചെറിയ ഡിഗ്രി അനുസരിച്ച്. ഇവിടെ തന്നെ നമുക്കറിയാം, ഒരേ കുട്ടികൾ ഒരേ ഇടത്ത് ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നു. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സ്വഭാവമായിരിക്കും, രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ഇവിടെയും കാരണം ഇത് തന്നെയാണ്. വിതിൻ സെക്കൻഡ്, അതായത് 3 മിനിറ്റ് സബ്ലോഡ്, അതായത് KP അസ്ട്രോളജി എന്ന് പറഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ലത്, കഴിഞ്ഞ നമ്മുടെ പിന്നെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ആചാര്യൻ നമ്മുടെ ഗ്രഹങ്ങളെ വന്നിട്ട് വീണ്ടും, അതായത് നമ്മൾ സാധാരണ ഒരു രാശിയെ 9 ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്ന സമയത്ത് അതിനെ വന്നിട്ട് 108 ഡിഗ്രികളായിട്ട് അതായത് 200 ടോട്ടലായിട്ട് നമ്മൾ നോക്കി ഏകദേശം 249 കോമ്പിനേഷൻസ് ആയിട്ട് നമ്മുടെ ആരൂഢത്തെ തിരിക്കുന്നതായിട്ടുണ്ടാവും കാണാം. ഇങ്ങനെ തിരിച്ച് നോക്കുമ്പം ഇതിന് സെക്കൻഡ് വരാൻ ചിലതൊക്കെ നമുക്കറിയാം 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് തന്നെ സബ്ലോഡ് എന്ന് പറഞ്ഞാൽ സബ്ലോഡ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ്ട്രോളജിയെ പറ്റി കൂടുതൽ അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കരുത് ഇത് തേങ്ങായാണോ മാങ്ങായാണോ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു അല്ലേ? ഒരു ഡോക്ടർക്ക് മെഡിസിനെ പറ്റി അറിയുന്ന പോലെ ഒരു സാധാരണക്കാരൻ മെഡിസിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ പറ്റുന്ന കാര്യമാണോ? അതുപോലെ അസ്ട്രോളജി പഠിച്ചവർ അതിനെ സബ്ലോഡ് എന്ന് പറയും, സബ്ലോഡ് എന്ന് പറയും, കൂടുതൽ ഡീപ്പായിട്ട് പറയും. ഒരുപക്ഷെ നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ല, നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആചാര്യന്മാർ പറയുന്നത് കേൾക്കുക. അതാണ് അതിൻ്റെ ശരി. അതിന് തേങ്ങായും മാങ്ങായും ആയിട്ടൊന്നും കണക്കാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പറയുന്ന അത് കേൾക്കുമ്പോൾ തന്നെ അവരെ പറ്റി നമുക്കൊരു നല്ലൊരു ഇതായിരിക്കും തോന്നുന്നത് അല്ലേ? നമുക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റി നമുക്ക് നല്ല അറിവോടെ വേണം എപ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ. ഓക്കെ, എനിവേ, അപ്പം നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ജാതകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തരത്തിലുള്ള ഒരു ദിവസം 2 ദിവസം കൂടി ഒന്നിച്ചിരുന്ന് ആരൂഢം രചിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ഉപരിയായിട്ട് കമ്പ്യൂട്ടർ വളരെ ഡീപ്പായിട്ട് വളരെ ആക്യുറേറ്റായിട്ട് നമുക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെ ലോങ്ങിറ്റ്യൂഡിൻ്റെ സഹായത്തോടു കൂടി കറക്റ്റായിട്ട് ജാതകം ഉണ്ടാക്കി തരും. ഇവിടെ നമ്മുടെ ആദ്യത്തെ പ്രശ്നം കഴിഞ്ഞു. അതായത് 35% ആരൂഢം ഉണ്ടാക്കുന്നതിനുള്ള പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്തത്, നമ്മളെ ജാതകത്തെ വന്നിട്ട് ചുമ്മാ അതായത് ആരെയും കുറ്റം പറയല്ല, ഒരു കണ്ണുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു, പക്ഷെ അത്ര ലെവലിലൊന്നും ആരും ഡീപ്പായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, എല്ലാം സ്പീഡാണ് അല്ലേ? അപ്പം അത് നമ്മുടെ നൂതനമായിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെയും ലോജിക്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഒരു ജാതകത്തിലുള്ള ദോഷവശങ്ങൾ ഏകദേശം നമുക്കറിയാം, ഏകദേശം 648 തരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാളുടെ തലയിൽ വെച്ചിട്ട് പെട്ടെന്നൊരു ഗ്രഹനില നോക്കുമ്പോൾ കണ്ടുപിടിക്കാതെ കുറച്ചൊക്കെ മനസ്സിലാകും, കുറച്ചൊക്കെ അറിയാതെ പോവും. അത് ആർക്കായാലും പോവും അല്ലേ? പക്ഷേ നിങ്ങളിത് ഒരു സയൻസിൻ്റെ ഒരു പിൻബലത്തോടു കൂടി സപ്പോർട്ടോടു കൂടി ഈ ജാതകം നോക്കുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യും എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു ജാതകത്തിൽ പൊതുവെ ഗണ്ഡാന്ത ദോഷങ്ങളുണ്ട്, അറിയാമല്ലോ. ഞാൻ പല വീഡിയോകളിലും പറയുന്ന പോലെ 7 തരത്തിലുള്ള ദോഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു എന്നർത്ഥം. അതായത് ദേവതാശാപം, പിതൃശാപം, സർപ്പശാപം, കന്നിശാപം, വിധവാശാപം, ഗർഭിണീ ശാപം, ഇങ്ങനെയുള്ള ശാപദോഷങ്ങളുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന ആരും ഈ ജന്മത്തിൽ കൊണ്ട് എടുക്കുന്ന ശാപങ്ങളൊന്നും പെട്ടെന്നൊന്നും ഈ ജന്മത്തിൽ ആക്ട് ചെയ്യത്തില്ല. അത് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് വെച്ചിട്ടുണ്ട്. ആരായാലും ശരി. അപ്പം ഇങ്ങനൊരു ദോഷങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം
ഏറ്റവും ബ്രഹ്മഹത്യാദോഷം എന്ന് പറയുന്നതിന് വലിയ ദോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരി കാശി ജാതകം എന്നുണ്ട്. കാശി ജാതകം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ പലരും പറയും ഇതെന്താണ് ഈ കാശി ജാതകം, ഇത് എവിടുന്ന് കൊണ്ടുവന്നാന്നൊക്കെ ചോദിക്കും. എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലെ ആചാര്യന്മാർ ഓലച്ചുവടുകളിൽ എഴുതി വെച്ച് അത് നമ്മുടെ ഗുരുക്കന്മാരാൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു സെക്ഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിയാം, അസ്ട്രോളജി അറിയാമെന്ന് പറയുന്ന ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് 40 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എല്ലാം അറിയാമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കാതെ ഒരു തരത്തിലും നമ്മളൊക്കെ ആ വലിയ മഹാസാഗരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ബീച്ചിൽ നിന്ന് മണ്ണ് എടുക്കുന്ന അത്ര ആ ലെവലിലേ ഉള്ളൂ ഇവിടുത്തെ അസ്ട്രോളജേഴ്സ് എല്ലാം. എല്ലാവരും തന്നെ, ആരെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഇല്യൂഷൻസ് പവർ കൂടുതലുള്ളവർ കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ പറ്റുമെന്നല്ലാണ്ട് അത്രയൊന്നും ആക്യുറേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കവറേജ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആധുനികമായിട്ടുള്ള പിന്നെ കമ്പ്യൂട്ടറുകളുടെയോ അല്ല ലോജിക്സിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ആചാര്യന്മാരാൽ എഴുതപ്പെട്ട് ഇന്ന് ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മളതിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മൾ പെട്ടെന്ന് ഒരു ആരൂഢം കൊടുത്താൽ വിതിൻ ഒരു 2 or 3 മിനിറ്റ്സിൽ അതിൻ്റെ ഫലങ്ങൾ കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിച്ച് അതിനുള്ള അലോകരത എഴുതി അത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്ത് അത് വെച്ചുള്ള ലോജിക്സ് ഉണ്ടാക്കി ആ പ്രോഗ്രാമിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ജാതകത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് ഇന്ന ദോഷമുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അത് വന്നിട്ട് ഇനി പരിഹാരങ്ങളുടെ സൈഡിൽ വന്നാലോ, പരിഹാരങ്ങൾ ധാരാളം ഉണ്ട്. ഓരോ രീതിയിലാണ് പരിഹാരങ്ങൾ. ചിലയിടത്ത് ആത്മീയ പരിഹാരങ്ങൾ വർക്കൗട്ടാകും, ചിലയിടത്ത് കാർമ്മിക പരിഹാരങ്ങൾ വർക്കൗട്ടാകും, ചിലർക്ക് ജംസ് വർക്കൗട്ടാകും, അതായത് പിന്നെ കല്ലുകൾ വർക്കാവും, ചിലർക്ക് വന്നിട്ട് ഇതൊന്നും വർക്കാകത്തില്ല, ബാച്ചിലർ മെഡിസിൻസ് ആയിരിക്കും വർക്കാവുന്നത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ പരിഹാരങ്ങൾ പൊതുവെ ഗ്രഹബലം നന്നായിട്ടുണ്ടെങ്കിൽ ആത്മീയ പരിഹാരങ്ങൾ വർക്കാകും. അത് ഗ്രഹബലം നോക്കിയേ മനസ്സിലാക്കിയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രഹബലം നന്നായിട്ടുണ്ടെങ്കിൽ ആ ബലമുള്ള ഒരാൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും 100% കിട്ടും. കാർമിക് പരിഹാരങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് ഗ്രഹബലം കുറവാണ്, നീചത്തിലുള്ള ഒരു ഗ്രഹമാണെങ്കിൽ അതിനെ നമ്മൾ ബലപ്പെടുത്തിയ ശേഷം വേണം നമ്മുടെ ആ ഭഗവാനെ ആ എനർജിയെ നമുക്ക് ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താ എനർജിയെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയി അവിടെ പൂജ ചെയ്ത് നമുക്ക് ആ പർട്ടിക്കുലർ എനർജി ഒന്നും നല്ല ഡെവലപ്പ് ചെയ്ത് ഒരു ഭഗവാന്റെ രൂപത്തിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ കാര്യം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ശനി ഭഗവാൻ നീചത്തിലാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ശനി ഭഗവാന്റേതായിട്ടുള്ള ധാതുക്കൾ ദാനം ചെയ്ത് അന്നദാനങ്ങളോ നല്ലെണ്ണ ദാനവും അങ്ങനെ നല്ലെണ്ണകളിലോ ആഹാരങ്ങളോ ഒക്കെ ദാനം ചെയ്ത് ആദ്യം ശനി ഭഗവാന്റെ എനർജിയെ നമുക്കൊരു സമവായത്തിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലോ പോയിട്ട് ആ ശനി ഭഗവാന്റെ എനർജിയെ നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഇതിലൊന്നും കാര്യമില്ല. നമ്മൾ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ പോയി ആത്മാർത്ഥമായിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞ ആ എനർജിയുടെ മുമ്പിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആചരിച്ചാൽ മാത്രമേ നമുക്ക് ആ എനർജി കിട്ടുകയുള്ളൂ. അവിടെ പോയി കഥ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് പോയ മാതിരി തിരിച്ചു വരാമെന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ വീണ്ടും അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ആ എനർജിയെ സ്വീകരിക്കുക, നമ്മൾ വരിക, നമ്മളെ സ്വയം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇനി വേറൊന്നുണ്ട്, ബാച്ച് ഫ്ലവർ റെമഡീസ് എന്ന് പറയും. നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കും പലർക്കും ആത്മീയ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെ വിദേശത്ത് പലരും വെസ്റ്റേൺ അസ്ട്രോളജിയിലൊക്കെ അവർക്ക് ആത്മീയ പരിഹാരങ്ങളാണ് ചെയ്യുന്നത്, അവർക്ക് ക്ഷേത്രങ്ങളാണോ ഉള്ളത്? അല്ല. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാച്ച് ഫ്ലവർ അരോമാ തെറാപ്പി എന്ന് പറയും. വളരെ സയന്റിഫിക് ആയിട്ടാണ് ഇത് വന്നിട്ട് സയൻസാണ്. നമ്മുടെ ശരീരത്തിലുള്ള ചില എപ്പോഴും നമ്മുടെ എനർജി ഇംബാലൻസ് ആണല്ലോ, പറഞ്ഞല്ലേ 9 ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ 9 എനർജിയുടെ വ്യത്യാസങ്ങളാണല്ലോ. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ചില ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻസ് അരോമാ തെറാപ്പി, അതായത് ഫ്ലവേഴ്സിനെടുത്ത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. 1800കളിലാണ് ഇത് കണ്ടുപിടിച്ചത്.
അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അതിന്ന് നന്നായിട്ട് രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. ചിലർക്ക് പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതൊന്നുമല്ല, ജംസ് നമുക്ക് നല്ല ഉപകരിക്കാൻ പറ്റും. അതായത് ആ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ച് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA അസ്ട്രോളജി. നമ്മുടെ ജാതകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഏത് ഗ്രഹത്തിലാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി, നമ്മുടെ നക്ഷത്രത്തിൻ്റെ DNA മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യും. ഇത് DNA അസ്ട്രോളജിയാണ്. അങ്ങനെ പല രീതിയിലുള്ള അസ്ട്രോളജി ഉണ്ട്. ഇതെല്ലാം ഒത്തൊരുമിച്ച്, അതുപോലെ ലാൽ കിതാബ് പരിഹാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പരിഹാരങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശനി ഭഗവാന്റെ ദോഷമുള്ള ഒരാൾ ഒരു തുരുമ്പെടുത്ത ഒരാണി ഒരു ശനിയാഴ്ച രാവിലെ തലയാണയുടെ കീഴിൽ വെച്ചിട്ട് അടിയിൽ വെച്ചിട്ട് ശനിയാഴ്ചകളിൽ, അതായത് വെള്ളിയാഴ്ച നൈറ്റ് വെച്ചിട്ട് രാവിലെ ആ ഇരുമ്പ് ഏതെങ്കിലും വടവൃക്ഷത്തിൻ്റെ താഴെ, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ മാഗ്നറ്റിക് പവർ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് എർത്ത് ചെയ്യാനുള്ളവർ, ആ ദോഷത്തെ നമ്മൾ കൊണ്ടുവന്ന് എർത്ത് ചെയ്യാം. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ഇതൊക്കെ ലാൽ കിതാബിലുള്ള ടെക്നിക്സാണ്. അപ്പോൾ അതുപോലെ പല ശാസ്ത്രങ്ങളിൽ നിന്ന് നല്ലതുകൾ എടുത്ത് ഒന്നിച്ച് ചെയ്യുന്നതാണ് യഥാർത്ഥ പരിഹാരം എന്നാണ് എൻ്റെ അഭിപ്രായം. പലരും അത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ശാസ്ത്രത്തെ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ 100% ജാതകം നോക്കി പരിഹാരങ്ങൾ എടുക്കാതെ വിവാഹമായാലും ശരി, പിന്നെ വിവാഹമായാലും ശരി, ജോലി ആയാലും ശരി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ചിലർക്ക് വന്നിട്ട് ഞാൻ പറയാം ഇതൊന്നും വർക്കൗട്ട് ആകത്തില്ല. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിഹാരങ്ങൾ ചെയ്യ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷപരിഹാരങ്ങൾ, നമ്മുടെ പാപദോഷങ്ങൾ കുറയുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ചില ദോഷങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പലരും പിന്നെ വളരെ വളരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, എത്ര കയ്യിൽ സ്വത്തുണ്ടെങ്കിലും മറ്റു പാവങ്ങൾക്ക് കൊടുക്കാതെ അതെല്ലാം ഇങ്ങനെ എടുത്ത് അടുത്ത പിന്നെ എന്താ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പിന്നെ പിന്തുടർച്ചക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് സ്വയം കഷ്ടപ്പെട്ട് ജീവിതം എന്താണെന്ന് പോലും അനുഭവിക്കാതെ കഷ്ടപ്പെട്ട് അങ്ങ് പോയി ചേരുക. പിന്നെ അത് അവരുടെ പിന്നെ പൗത്രന്മാരോ ആരെങ്കിലും അതെടുത്ത് ഉപയോഗിച്ച് അത് ദുർവിനിയോഗം ചെയ്യുക. ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്, നിറയെ കാണുന്നുണ്ട്. ചുറ്റിനും നോക്കുക, നിങ്ങൾ എന്താ നടക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഇതൊക്കെ ഈ ലോകത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജാതകം നല്ല ക്ലിയറായിട്ട് നോക്കിയെന്ന ഒരു ആചാര്യൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അത് നോക്കി അതിന് വേണ്ടിയ പരിഹാരം ചെയ്യണം. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നെ ഇത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ അറിയണം, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കാം. അപ്പം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.